കത്തോലിക്ക കരിസ്മാറ്റിക് കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ സ്നേഹബഹുമാനപ്പെട്ട മാത്യു ഒലികലച്ചൻ ധനക തിരുനാളിനു വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ പഠനധ്യാന വചന പരമ്പരയുടെ അവസാന ദിവസമായ ഈ 9-ാം ദിവസം മാമുദീസ എന്ന കൂദാശയിൽ പങ്കാളികളാകുന്ന നാം ഓരോരുത്തരും ഏത് ജീവിതാന്തസ്സിൽ ഉള്ളവരാണെങ്കിലും അവിടെയെല്ലാം ഈശോയ്ക്ക് സാക്ഷികളായി ലോകത്തിന് പ്രകാശമായി തീരേണ്ടവരാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഈ 9 ദിവസങ്ങളിലായി നമ്മെ ധനക തിരുനാളിനു വേണ്ടി ഒരുക്കിയ സ്നേഹബഹുമാനപ്പെട്ട മാത്യു ഒലികലച്ചനോടുള്ള നന്ദി കട്ടപ്പന സോണ് രേഖപ്പെടുത്തുന്നതോടൊപ്പം നമുക്ക് പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വ്യാപരിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ ശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ 8 ദിവസങ്ങളായി നമ്മൾ നടത്തിവരുന്ന ധനക തിരുനാളിനൊരുക്കമായ വചന പഠന പരമ്പരയുടെ പങ്കുവയ്ക്കൽ ഇന്നുകൊണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഈ ധനക തിരുനാൾ ദിവസത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ മാമുദീസായാലും മറ്റു കൂദാശകളാലും നിന്റെ മൗലിക ശരീരത്തിലെ അവയവങ്ങളായി തീർന്നിരിക്കുന്ന ഞങ്ങളെ നീ പരിപാലിക്കണമേ. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ആത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ശ്ലീഹന്മാരുടെ മേൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്ന് പ്രാപിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ഈ വചസ്സുകൾ കേൾക്കുന്ന സർവരുടെ മേൽ പരിശുദ്ധാത്മാവേ നയിക്കണമേ. പരിശുദ്ധ തൃത്വത്തിൻ്റെ വലിയ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യേശുപിതാവേ, കാവൽ മാലാഖമാരെ, സ്വർഗീയ വൃന്ദങ്ങളെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ജനുവരി മാസം 6-ാം തീയതി ഈശോയുടെ ധനക തിരുനാൾ സഭയിൽ ആചരിക്കുന്ന പുണ്യപ്പെട്ട ദിനമാണ്. ധനക എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം, പ്രത്യക്ഷീകരണം, വെളിപാട് എന്നൊക്കെയാണ്. ഈശോയുടെ മാമുദീസയാണ് ഈ ധനക തിരുനാൾ നമ്മൾ സ്മരിക്കുന്നത് എന്നറിയാം. ഈ ധനക തിരുനാൾ കേരളത്തിൽ വടക്കും തെക്കും വ്യത്യസ്തമായ രീതിയിലാണ് ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ധനക തിരുനാളിനെ കേരളത്തിലെ വടക്കൻ ഭാഗങ്ങളിൽ പിണ്ടികുത്തി തിരുനാളെന്നും തെക്കൻ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ രാക്കുളി തിരുനാളെന്നും ഒക്കെയാണ് പേര് ചൊല്ലി വിളിക്കുക. കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ പിണ്ടികുത്തി തിരുനാൾ എന്ന് ഇതിനെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലമുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ ബഹുമാനിക്കുന്നതിനും സ്തുതിക്കുന്നതിനും വാഴപ്പിണ്ടിയിൽ പന്തം കൊളുത്തി അതിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് ഏൽപ്പയ്യ ദൈവം പ്രകാശമാകുന്നു എന്ന് ഏറ്റുചൊല്ലി അവർ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെയാണ് പിണ്ടികുത്തി തിരുനാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമുണ്ട്. അതിനെ രാക്കുളി തിരുനാൾ എന്ന പേരിലാണ് അറിയപ്പെടുക. ഈശോയുടെ ജോർദാനിലെ മാമുദീസായെ സ്മരിച്ചുകൊണ്ട് ഈ തിരുനാളിൻ്റെ തലേദിവസം അടുത്തുള്ള നദിയിലോ കുളത്തിലോ പോയി കുളിച്ച് ഈശോയുടെ മാമുദീസായെ സ്മരിച്ചുകൊണ്ട് ആ ദിനം പവിത്രമായി ആചരിക്കുന്ന
നമ്മുടെ കാർന്നവന്മാർ. സഹോദരങ്ങളെ, തെക്കും വടക്കും ഈശോയുടെ മാമോദീസായെ വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ കർമ്മങ്ങളോടുകൂടിയും ആചരിക്കുന്നു എന്നുള്ളത് വളരെ ശരി. പക്ഷേ നീ തെക്കാണോ വടക്കാണോ കിഴക്കാണോ പടിഞ്ഞാറാണോ എന്നുള്ളതല്ല. നമ്മൾ ഈ ദനഹാട തിരുനാൾ എപ്രകാരം നമ്മുടെ ആത്മീയമായി ഒരുങ്ങുന്നുണ്ട്. ഭൗതികമായി എത്രയേറെ കാര്യങ്ങൾ ചെയ്താലും ആത്മീയമായിട്ട് നമ്മൾ എത്രത്തോളം ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമായും ചിന്തിക്കണം. നമ്മൾ വാഴപ്പിണ്ടിയിൽ പന്തം തെളിച്ച് ദൈവം പ്രകാശമാകുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അതിന് പ്രദക്ഷിണം വഹിക്കുന്നു. നമ്മൾ ദനഹ തിരുനാളിൻ്റെ തലേന്ന് പോയി കുളത്തിൽ പോയി കുളിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ വളരെ നല്ല കർമ്മങ്ങളാണ്, നല്ല ശുശ്രൂഷകളാണ്. പക്ഷേ ഇതിൻ്റെ ആന്തരിക അർത്ഥം പലപ്പോഴും നമുക്ക് മറക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വിശുദ്ധ ജോൺ മരിയ വിയാനി അച്ഛൻ്റെ വാക്കുകൾ നമ്മൾ പലതിൻ്റെയും ആന്തരിക അർത്ഥത്തെക്കുറിച്ച് വിശ്വാസപരമായ കാര്യങ്ങൾ മറക്കുന്നു എന്നുള്ളതൊരു വേദന നിറഞ്ഞ കാര്യമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവം പ്രകാശമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ഈശോ പിന്നീട് വചനം വായിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ പറയും, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന്. ഒന്നാമത്തെ ദിവസം നമ്മൾ ഈശോയുടെ മാമോദീസായെക്കുറിച്ച് സഭാപിതാക്കന്മാർ വീണ്ടും ജനനമെന്ന് പറഞ്ഞ് ആ ഭാഗം പറഞ്ഞ് നമ്മൾ തുടങ്ങി. ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയുടെ സമാപന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: എനിക്ക് എത്രത്തോളം പ്രകാശമായി ക്രിസ്തുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഒരു പ്രകാശമായി തീരാൻ സാധിക്കുന്നു. വിശുദ്ധ വചനത്തിലെ ആദ്യത്തെ ദിവസത്തെ നമ്മളെ വചന വ്യാഖ്യാനം തുടങ്ങിയത് നിക്കോദേമോസിനെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ വന്ന നിക്കോദേമോസ്, അവനിൽ അരണ്ട വെളിച്ചത്തിൽ ക്രിസ്തുവിനെ കണ്ടവന്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനം പിന്നീട് കാണുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ രാത്രിയിൽ വന്നുവെങ്കിൽ 7-ാം അധ്യായത്തിന്റെ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തിൽ അവൻ അധികാരികളുടെ മുമ്പിൽ അധികാരികൾ യേശുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരുവൻ പറയുന്നത് കേൾക്കാതെയും അവൻ ചെയ്യുന്നത് എന്താണെന്ന് കാണാതെയും അവനെ കുറ്റം വിധിക്കാൻ നിങ്ങൾക്കെന്താ യോഗ്യത? അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം എത്തി നിൽക്കുമ്പോൾ ഈശോയുടെ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ അരിമത്ഥ്യക്കാരൻ ജോസഫിനോടൊപ്പം നിക്കോദേമോസും വന്നുവെന്ന് പറയുന്നത് അരണ്ട വെളിച്ചത്തിൽ ക്രിസ്തുവിനെ കണ്ട അവന്റെ ജീവിതം പ്രകാശമാനമാവുകയും അവൻ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി തയ്യാറുള്ളൊരു വ്യക്തിയായി തീരുകയും ചെയ്തു എന്നുള്ളതല്ലേ? അരണ്ട വെളിച്ചത്തിൽ ഈശോയെ കണ്ട പലരും ഇങ്ങനെ മാറിയില്ലേ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ആ സമരിയാക്കാരി സ്ത്രീ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നവൾ ഈശോയെ കണ്ടപ്പം, ഈശോയുടെ സ്വരം കേട്ടപ്പം അവൾ അവളുടെ കുടം അവിടെ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, അവൾ ഗ്രാമത്തിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ യേശുവിലേക്ക് നയിച്ചില്ലേ? നമ്മൾ ഈശോയുടെ പിറവിയൊക്കെ ആഘോഷിച്ചില്ലേ? ഈശോയുടെ പിറവി ആഘോഷിച്ച സമയത്ത് ഉണ്ണിയെ ആദ്യം കാണാൻ ഭാഗ്യം ലഭിച്ച ഇടയന്മാർ ദൈവദൂതനിൽ നിന്ന് ലഭിച്ച സന്ദേശമനുസരിച്ച് അവർ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലെത്തി. അവർ എന്നിട്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം, അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞു. അവരൊരു പ്രേക്ഷിതരായി തീർന്നില്ലേ? ജ്ഞാനികൾ ഉണ്ണീശോയെയും അമ്മയെയും യേശുവിനെയും കണ്ട് കാലിത്തൊഴുത്തിൽ വന്ന ജ്ഞാനികൾ, പൊന്നും വിറയും കുന്തിരിക്കുകയും കാഴ്ചവെച്ച ജ്ഞാനികൾ, ദൈവത്തിന്റെ ദൂതൻ നൽകിയ ദർശനമനുസരിച്ച് മറ്റൊരു വഴിക്ക് തിരിച്ചുപോയെന്നല്ലേ വിശുദ്ധ വചനത്തിൽ കാണുക. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള അവന്റെ വാക്ക് കേട്ട് തിടുക്കത്തിൽ ഇറങ്ങി വന്ന് ഈശോയെ സ്വീകരിച്ച അവൻ തൻ്റെ ഭവനത്തിൽ ഒരു വിരുന്ന് നടത്തുക മാത്രമല്ല, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നുവെന്ന് പറയുന്ന ഒരു സക്കേവൂസ്. പ്രിയമുള്ളവരെ, അരണ്ട വെളിച്ചത്തിൽ ക്രിസ്തുവിനെ കണ്ടവൻ ജീവിതത്തിൽ വരുത്തിയ വ്യതിയാനം. ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. ഈശോ പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ലെന്ന്. മാമോദീസായിൽ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ പ്രിയപ്പെട്ട മകനും മകളുമായി തീർന്നു.
നമ്മൾ ഓരോരുത്തരും തൃത്വത്താൽ നിറഞ്ഞു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മാമോദീസ സ്വീകരിച്ച് ഞാനും നിങ്ങളുമൊക്കെ ഈശോയുടെ മിഷനറി ദൗത്യത്തിലാണ് പങ്കാളിയാകുന്നത്. നമ്മൾ ഈ ദനഹാ തിരുനാൾ ഒരുക്കമായി 9 ദിവസങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ കടന്നുപോയി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി, ഇന്നു മുതൽ ദനഹാ തിരുനാളായി ഇന്നു മുതൽ ഒരാഴ്ചക്കാലം സീറോ മലബാർ സഭയിൽ പ്രേക്ഷിത വാരമായി ആചരിക്കുകയാണ്. പ്രേക്ഷിത വാരമായി ആചരിക്കുന്നു എന്നത് ഒരു ഇടയലേഖനം കൊണ്ട് തീരരുത്. നമ്മൾ മിഷനറിമാരാണ് എന്നുള്ള ബോധ്യത്തോടെ, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുത്ത് കർത്താവ് അയക്കുന്നിടത്ത് പോകാൻ തയ്യാറായി ആയിരിക്കുന്ന മണ്ഡലം ക്രിസ്തുവിന് സാക്ഷിയായി ഒരു യഥാർത്ഥ പ്രേക്ഷിതനും പ്രേക്ഷിതയുമായി തീരുവാൻ ഈ പ്രേക്ഷിതമാര് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായത്തില് അവൻ തന്റെ ദൗത്യം എന്താണെന്ന് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ആദ്യത്തെ മിഷണറിയായ ഈശോ ഇന്ന് നമ്മളെയും വിളിക്കുകയാണ്. മാമോദീസ സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും ഈശോയെ പ്രഘോഷിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തികളാണെന്ന്. മാമോദീസ സ്വീകരിച്ച് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് പലവിധ കാര്യങ്ങൾ ഓടി നടക്കുകയാ, തിരക്ക് പിടിച്ച്. പക്ഷെ ഓർക്കുക, നീ ഒരു കുടുംബനാഥനാകുന്നതിന് മുമ്പ്, നീ ഒരു ജോലിക്കാരനാകുന്നതിന് മുമ്പ് നീ ആദ്യമേ ഏറ്റൊരു ഉത്തരവാദിത്വമുണ്ട്. നീ ഈശോയുടെ ഒരു മിഷനറി ദൗത്യത്തിലാ പങ്കാളിയായേ. സഹോദരങ്ങളെ, ലോകത്തിൽ നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതല്ല, ഏത് സാഹചര്യത്തിൽപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, നീ ഈശോയുടെ മിഷൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2019 ഒക്ടോബർ മാസം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രത്യേക മിഷൻ മാസമായിട്ട് ആചരിച്ചു. ആ മിഷൻ മാസത്തിൽ ഫ്രാൻസിസ് പിതാവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഐ ആം എ മിഷൻ. ഞാനൊരു മിഷനാണ്, എനിക്കൊരു മിഷനുണ്ട്, ഞാനൊരു മിഷനറിയാണ്, ഞാനൊരു മിഷനറിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയൊരു ചോദ്യം ക്രിസ്തു നമ്മളോട് ചോദിക്കുക, ആരെയാണ് ഞാൻ അയക്കുന്നത്? ആരാണ് നമുക്ക് വേണ്ടി പോകുന്നത്? മത്തായി സുവിശേഷത്തിന്റെ 9-ാം അധ്യായം 37-ാം വാക്യം, വിളവധികം വേലക്കാരോ ചുരുക്കം. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ. സഹോദരങ്ങളെ, ഈ ദനഹാ തിരുനാളിൽ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ച് നീ നിന്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷകൾ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ അവിടെ ഒരു മിഷനറി ആയി തീരുവാൻ ഈശോ നിന്നെ വിളിക്കുന്നു. അതിന് നമ്മൾ സ്വീകരിച്ച പരിശുദ്ധ മാമോദീസായിലും മറ്റ് കൂദാശകളിൽ ലഭിച്ച ചൈതന്യം നമ്മളെ ശക്തിപ്പെടുത്തും. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ശിഷ്യന്മാരെ ദൗത്യം ഏൽപ്പിച്ച അങ്ങ് ഈ ദൗത്യം ഇന്ന് ഞങ്ങളിലൂടെയാണല്ലോ നിറവേറ്റേണ്ടത്. പ്രത്യേകിച്ച് ഒരു ആത്മായൻ എന്ന രീതിയിൽ, ഒരു പുരോഹിതൻ എന്ന രീതിയിൽ, ഒരു സമർപ്പിത എന്ന രീതിയിൽ ഞങ്ങൾ ഏത് ജീവിതാന്തസ്സിൽപ്പെട്ട വ്യക്തികളായിക്കൊള്ളട്ടെ, ജീവിതാന്തസ്സിൻ്റെ ഉത്തരവാദിത്വങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും നിന്നെ പ്രഘോഷിക്കുവാൻ ഇതാ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ നീ എടുത്ത് ഉപയോഗിക്കണമേ. പരിശുദ്ധ അമ്മേ, യേശുപിതാവേ, കാവൽ മാലാഖമാരെ, സ്വർഗീയ വൃന്ദങ്ങളെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും നാം എല്ലാവരോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളുടെ കുടുംബത്തോടും ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.